സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാണ് എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, കുറച്ചു പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിരുന്നു. നോക്കൂ, ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷ 10th ലെവൽ മെയിൻസ് അഥവാ ASM ആണല്ലോ അല്ലെ. ഓഗസ്റ്റ് ആദ്യ വാരമാണ് 2 ഘട്ടങ്ങളായിട്ട് ASM നടക്കുന്നത്. അപ്പൊ നാളെ ജൂലൈ 1 ആണ്. അപ്പൊ നാളെ മുതൽ ഒരു 30-32 ദിവസമാണ് ആദ്യഘട്ട പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ഒരുപാട് പേര് ചോദിച്ചു സാർ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടാവും. എല്ലാവരും ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നിലവിൽ നമ്മൾ കമ്പനി ബോർഡ് LGS, VFA, ബിവറേജ് LD തുടങ്ങിയ 2026 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ഒരു ചാനൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ. ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് ക്ലാസ്സും നോട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സാം ഒക്കെ. ഓക്കെ, അത് കൂടാതെ ഇനിയുള്ള ഒരു 30-32 ദിവസങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് ഒരു ടൈം ടേബിൾ ഞാൻ തരാം. എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും കാലമായിട്ട് PSCക്ക് വേണ്ടി പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം നിങ്ങൾ ഈ ഒരു ഫൈനലായിട്ട് ഈ ഒരു പരീക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവസാന ലാപ്പിൽ പഠിക്കുന്നു എന്നതുപോലെ ഇരിക്കും നിങ്ങളുടെ പരീക്ഷ റിസൾട്ട്. പലപ്പോഴും നമ്മൾ പിന്നോട്ടടിക്കുന്നത് ഈ ഒരു അവസാനത്തെ പഠനം എന്താ പറയുക വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, പലർക്കും ഉണ്ടാവില്ലേ, അവസാന സമയത്തായിരിക്കും നാട്ടിലെങ്ങും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പൊ നിങ്ങൾ ഇപ്പോ തന്നെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം, ഇതുവരെ നന്നായിട്ട് പഠിക്കാത്തവരുടെ കാര്യമാണ്, അവർ ഇരിക്കുക. ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എണീക്കും എന്ന് വെച്ചാൽ മാനസികമായിട്ട് ഇരിക്കാൻ കേട്ടോ, ഒരു സ്ഥലത്ത് ഇരിക്കാനല്ല എന്ന് തീരുമാനിച്ചിട്ട് പിള്ളേരെ പഠിച്ചു തുടങ്ങുക. അപ്പൊ മക്കളെ, ഞാൻ ആദ്യം തന്നെ ഒരു 3 മെത്തേഡ് ഇതിനു വേണ്ടി പറയാം. ആവശ്യമുള്ളവർക്ക് ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് മുമ്പ് അതല്ലെങ്കിൽ മറ്റ് സെക്രട്ടറിയേറ്റ് പോയ പരീക്ഷയ്ക്കല്ലേ, ആ സമയത്തൊക്കെ ചെയ്തൊരു മെത്തേഡ് ആയിരുന്നു. നമുക്കറിയാം, ടോട്ടൽ 100 മാർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 20 മാർക്ക് കറണ്ട് അഫയേഴ്സ്, പിന്നെ വരുന്ന 30 മാർക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്. അപ്പൊ 50 മാർക്ക് അവിടെയാണ്. ഈ 50 മാർക്ക് നിങ്ങൾ ഡെയിലി ഒരു 4 മണിക്കൂറെങ്കിലും സമയം കണ്ടെത്തുക. എന്നിട്ട് ഈ ടോപ്പിക്കുകൾ നല്ല വൃത്തിക്ക്, സിലബസ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ ആ സിലബസ് ഡെയിലി നോക്കിയിട്ട് അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷും മലയാളവും മാത്സും കറണ്ട് അഫയേഴ്സും. അപ്പൊ കറണ്ട് അഫയേഴ്സ് 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസം വരെ, കൃത്യമായിട്ട് ജൂൺ മാസം വരെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, 6 മാസത്തെ. അതുപോലെ തന്നെ 2024 പ്രധാനപ്പെട്ട വസ്തുക്കൾ, ഇപ്പൊ നോബൽ പ്രൈസ് ആണെങ്കിലും 2024 പ്രധാനപ്പെട്ട സിനിമാ പുരസ്കാരങ്ങളെ, അവാർഡുകളെ, 24 ജനുവരി മുതലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഫാക്റ്റും 12 മാസവും പഠിക്കാം. എന്തിനേറെ പറയുന്നു, 2023 ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ അതുവരെ നിങ്ങൾ നോക്കണം. അപ്പൊ കറണ്ട് അഫയേഴ്സ് പ്രോപ്പർ ആയിട്ട് പഠിക്കാം. അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കറണ്ട് അഫയേഴ്സ് പ്രശ്നമുള്ളവര് ദയവ് ചെയ്ത് വീഡിയോ ഒരു 5 മിനിറ്റ് കാണേ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന 50 മാർക്ക് വരുന്ന ഏരിയ, ഒന്നാമത്തെ മെത്തേഡാണ് പറയുന്നത്, 50 മാർക്ക് വരുന്ന ഏരിയ ഡെയിലി നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന സിലബസ് വെച്ചിട്ട്, സിലബസിനകത്ത് 50 മാർക്ക് വരുന്ന GK ഏരിയ 5 വെച്ചിട്ട് നമുക്ക് 10 എണ്ണാക്കി ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ മനസ്സിലാവും. ആ 10 ടോപ്പിക്കുകൾ നോക്കണേ. ഒരു ടോപ്പിക്ക് 2 ദിവസം വെച്ച് നിങ്ങൾ പഠിച്ചു തീർക്കുക. വളരെ എളുപ്പമാണ്. കുറച്ചുകൂടിയും പഠിക്കാൻ ചിലർക്ക് അത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തിങ്കൾ ചൊവ്വ, ഇപ്പൊ അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങുകയാണെങ്കിൽ നാളെ ചൊവ്വയും ബുധനും മറ്റന്നാൾ ഉൾപ്പെടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഭരണഘടന എടുക്കുകയാണ്, 2 ദിവസവും ഭരണഘടന പഠിക്കുക. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ 50 മാർക്ക് പഠിക്കണേ. അങ്ങനെ നിങ്ങൾക്ക് ഒരു 20 ദിവസം ആകുമ്പോഴേക്കും ഈ GKയുടെ മൊത്തം 50 മാർക്കിന്റെ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ 20 ദിവസം ആകുമ്പോഴത്തേക്കും കവർ ചെയ്യുമ്പോൾ ഒരുപാട് അതിനിടയിൽ പല പ്രശ്നങ്ങളൊക്കെ വരില്ലോ, കൃത്യമായിട്ട് അങ്ങ് ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. ചില പ്രയാസമുള്ള ഏരിയ ഉണ്ട്, സയൻസ് പ്രശ്നമുള്ളവർക്ക് കുറച്ചധികം ദിവസം. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു 25 ദിവസം ആകുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ തീർക്കുക. അതോടൊപ്പം മറക്കരുത് നമ്മുടെ 50 മാർക്കിന്റെ ഏരിയ. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പലപ്പോഴും അവസാന ലാബിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഇത്രയും കാലമൊക്കെ നന്നായിട്ട് പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ 2025 ഈ അടുത്ത് നടന്ന എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ കണക്റ്റഡ് ഫാക്ട് എന്ന് വെച്ചാൽ ബോറടിക്കാതെ പഠിക്കാനൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇത് പറഞ്ഞിരുന്നത് കേട്ടോ. ഇരുന്ന് വായിക്കാൻ അല്ലെങ്കിൽ റാങ്ക് ഫയലൊക്കെ പഠിച്ചു തീർക്കാൻ ഒരു ടാസ്ക് ആണ് തോന്നുന്നവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ ആയാലും കുഴപ്പമില്ല, അതൊക്കെ എടുത്തിട്ട് 20 ക്വസ്റ്റ്യൻ 2025 പ്രത്യേകിച്ച് 20-25 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ കണക്റ്റഡ് ഫാക്ട്. ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഏതെങ്കിലും ഒരു പുസ്തകം, ഞാൻ പുസ്തകം വാങ്ങാൻ വേണ്ടി പറയല്ല, അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ റാങ്ക് ഫയൽ വെച്ചിട്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം മാത്സ് ഉൾപ്പെടെ മാക്സിമം PYQ വർക്കൗട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് PYQ ഞാൻ പറയും 25 ഷുവർ ആയിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ
അല്ലാതെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതോടൊപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സും കറണ്ട് അഫയേഴ്സും നോക്കുക. അപ്പൊ 2 മെത്തേഡാണ് ഈ രീതിയിൽ ചെയ്യാം എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്നും അല്ലാതെ മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോവാം. മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ ഇപ്പൊ അറിഞ്ഞ കാര്യം, ഞാനിത് മുമ്പ് തന്നൊരു ടൈം ടേബിൾ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും മുമ്പ് തന്ന ടൈം ടേബിൾ ഒന്നല്ല. അതിന്റെ ഫോട്ടോസ് ഇപ്പൊ പെരിയാർ നദിയൊക്കെ മുമ്പ് തന്നാണ്, പക്ഷെ ഒരുപാട് മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്, വർക്ക് ചെയ്ത് ഉണ്ടാക്കിയാണ്. അപ്പൊ PYQ 2025 ഞാൻ കൊടുക്കാൻ കാരണം നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും PYQ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കണം. ഇവിടെ ആദ്യത്തെ ദിവസം നല്ല അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ ആണ്. അപ്പൊ ഇത് 20 ദിവസമാണ് ഞാൻ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. 20 ദിവസം നിങ്ങൾക്ക് കാണാം. അപ്പൊ 20 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 20 ദിവസം നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിന് തയ്യാറുള്ളവർ, അങ്ങനെ പറ്റുന്നവർ മാത്രം ഇത് മെനക്കെട്ടാൽ മതി. ഒരു 8 മണിക്കൂറൊക്കെ പഠിക്കാൻ സമയമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ടേബിൾ. അപ്പൊ ആദ്യത്തെ കുറച്ച് ഒരാഴ്ച ഞാൻ അധികം ഓവർലോഡ് അല്ല, SCERT കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒരു ആഴ്ച എന്ത് ചെയ്യുക, പറ്റുന്നവരൊക്കെ SCERT കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ടൈം ടേബിൾ മൊത്തം ഞാൻ ഇപ്പം തന്നെ ടെലഗ്രാമിൽ കൊടുക്കും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അവസാനത്തേക്കൊക്കെ കുറച്ച് ഓവർലോഡാണ്, എനിക്കറിയാം ഓവർലോഡാണ്, പക്ഷെ വേറെ നിവൃത്തിയില്ല. ടൈം ടേബിൾ വേണം, എന്നാലേ തൃപ്തിയാകൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ പീരിയോഡിക് ടേബിള്, ഹൈഡ്രജൻ, ഓക്സിജൻ, നദികൾ, കായലുകൾ, ജലവൈദ്യുതി, ഫസ്റ്റ് ഡേ. പക്ഷെ നാളെ ചൊവ്വാഴ്ച നമ്മൾ പഠിക്കുന്ന ഇതാണ് ശരാശരി അടിസ്ഥാന വിവരങ്ങൾ, കോൺകോഡ്, ഒറ്റപ്പദങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു PYQ ചെയ്യുക. ജനുവരി മാസം പകുതിയെങ്കിലും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് മുഴുവനും ഇപ്പൊ മെയ് മാസം വരെയുള്ള മുഴുവനും നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഏപ്രിൽ മാസം വരെ, മെയ് ഇപ്പൊ എടുക്കാൻ പോകും, മെയ് ജൂൺ ഒക്കെ ഞാനിപ്പോ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനിടയിൽ ഒരു ചെറിയ കാര്യം പറയാണ്, താല്പര്യമുള്ളെങ്കിൽ മാത്രം നാളെ മുതൽ ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോങ് ടേം ബാച്ച് ആണ്. ഒരു 60 രൂപയാണ് മന്ത്ലി വരിക. നിങ്ങൾ 60 രൂപ അടച്ചാൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. വലിയ ഒരു ഫീസ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്യാൻ നമ്മുടെ ഈ മോർണിംഗ് ബാച്ച് അല്ലെങ്കിൽ ടെലഗ്രാം ലൈവ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് പറയുമ്പോൾ കിട്ടും. വെറും PDF വായിച്ചിട്ട് മാത്രം ഓർമ്മ ഉണ്ടാവില്ല, പല കോഡുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി തമാശയൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ഒരു ബാച്ചാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് നാളെ അത് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും മെസ്സേജ് അയക്കേണ്ട, മറ്റന്നാളൊക്കെ ജോയിൻ ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സ് താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ഉണ്ടല്ലോ, ഇപ്പൊ തന്ന ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങളിപ്പോ പഠിച്ചാലും ഇല്ലെങ്കിലും അതിനകത്തുള്ള SCERT, ഇപ്പൊ പീരിയോഡിക് ടേബിള്, അതുപോലെ തന്നെ നദികള്, കായലുകള്, കുറച്ച് ശരാശരിയിലെ ചോദ്യങ്ങള്, കോൺകോഡിലെ കുറച്ച് ചോദ്യങ്ങള്, ഒറ്റപ്പദങ്ങൾ, ഇതെല്ലാം കൂടി ഒരു 10-30 മാർക്കിന്റെ എക്സാം രാത്രി 10 മണിക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിലുള്ളവർക്ക് രാത്രി 10 മണിക്ക് ഡെയിലി എക്സാം കിട്ടും. അപ്പൊ അതുപോലെ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, മനുഷ്യരിയുണ്ട്, ദേശീയ പ്രസ്ഥാന INC ഉണ്ട്, സമയവും ദൂരവും ഉണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ തന്നെ ജനുവരി മാസത്തിലെ സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ജനുവരി മാസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും, ഇതിന്റെയൊക്കെ PDF ഫ്രീ എടുത്തിട്ട്. PDF ഒന്നുമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് PDF കണ്ടെത്തി റാങ്ക് ഫയൽ വെച്ച് പഠിക്കാൻ തന്നെ വേണം. ഞാൻ ഈ പറഞ്ഞ പെയ്ഡ് ബാച്ചിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ PDF ഒക്കെ കൊടുത്തിരുന്നു. അപ്പൊ ഇവിടെ പെയ്ഡ് ബാച്ചിൽ വരുന്നവർക്ക് കറണ്ട് അഫയേഴ്സിന്റെ PDF കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടി മാറ്റി കൊടുക്കും. ഓക്കെ, പുതിയ അപ്ഡേഷൻ ഒക്കെ വരുത്തിയിട്ട്. അതല്ലാത്തവരെ സംബന്ധിച്ച് ഓൾറെഡി ഇതൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് പഠിക്കുന്നവരാണ്, ആ ആപ്പ് ഉപയോഗിക്കാം. ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ട്, ഒരുപാട് ടെലഗ്രാം ചാനൽ ഗ്രൂപ്പുകളുണ്ട്. ഇവിടെയൊക്കെ ഫ്രീ മെറ്റീരിയൽ കിട്ടും, അതൊക്കെ കണ്ട് പഠിക്കുക. ഒരിക്കലും നിങ്ങൾ എന്റെ ഈ പെയ്ഡ് ബാച്ചിൽ വരാൻ വേണ്ടി അല്ലത് പറയുന്നത്, സ്വന്തമായിട്ട് പഠിക്കുക. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഒരു ദിവസം ഒരു 8 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചാൽ പോക്സോ, അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ASM എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ജാമിതീയ രൂപങ്ങൾ, ടെൻസ്, പരിഭാഷ, ഫെബ്രുവരി മാസം ഒരു പകുതി വരെ ഉള്ളത്. ഇതാണ് നമുക്ക് ഡേ 3. ഡേ 4 എന്ന് പറയാൻ കണ്ടത് നിങ്ങൾ ഗവർണർ ജനറൽമാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഡേ 5 വരുമ്പോൾ മഹത്തായ വിപ്ലവം, പ്രധാനപ്പെട്ട സംഘടനകൾ, ഇന്ത്യൻ ഭൂപ്രകൃതി വരുന്നുണ്ട്. ഡേ 6 SCERT 6ാം ക്ലാസ് കംപ്ലീറ്റ് ആണ്. ഓൾറെഡി 5ാം ക്ലാസ് കംപ്ലീറ്റ് ആയി. പിന്നെ കംപ്ലീറ്റ് റിവിഷൻ ആണ്, പരീക്ഷ ഉണ്ടാവും കേട്ടോ, ഞായറാഴ്ചയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിനകത്തേക്ക് ഞാൻ പറഞ്ഞ വാട്സപ്പ് ചെയ്യാം. ഇനി പിന്നെ 7ലേക്ക് എത്തുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനവും കാര്യങ്ങളും. 9ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ആണ്. അവിടെ 7 സ്കിപ്പ് ചെയ്താൽ 7 പിന്നെ അവസാനം വരുന്നുണ്ട് കേട്ടോ. 9ാമത്തെ സോഷ്യൽ സയൻസ് വരുന്നുണ്ട്. പിന്നെ GKയുടെ ഭാഗങ്ങള്. പിന്നീട് നോക്കൂ, GKയുടെ എത്രയോ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് ഒരു ദിവസം തന്നെ. സമുദ്രത്തിലെ പ്രവാഹങ്ങളും, ഹരിത വിപ്ലവവും, ബ്രിട്ടീഷ് ആധിപത്യവും, ആറ്റവും വാതക നിയമങ്ങളും ഒക്കെ പഠിക്കണം കേട്ടോ. അതാ പറഞ്ഞ ലോഡ് ഉണ്ട് പഠിക്കാൻ. അതുപോലെ തന്നെ 1ാം സ്വാതന്ത്ര്യ സമരം, ജില്ലകൾ, കേരളത്തിലെ ജില്ലകൾ, ലോകത്തിലെ വിപ്ലവങ്ങൾ, വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതൊക്കെ ആ ദിവസം നിങ്ങൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന ജൂലൈ 9ാം തീയതി പഠിക്കണം. ജൂലൈ 20-ന് തീരും കേട്ടോ. അപ്പൊ ജൂലൈ 10ാം തീയതി ആവുമ്പം കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയിലെ ഋതുക്കള്, ഇതുപോലെ അംശബന്ധു അനുപാതം ഒന്ന് പഠിക്കുക. ജൂലൈ 11 സമയത്ത്. ഇപ്പൊ നാളെ ജൂലൈ 1ാം തീയതി തുടങ്ങുകയാണെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ
സ്പെഷ്യൽ പരീക്ഷ കംപ്ലീറ്റ് 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ പഠിക്കണം. ഇത് ജനുവരി മുതൽ മെയ് മാസം വരെ 13ാം തീയതി, ജൂലൈ 13ാം തീയതി ഒരു എക്സാം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഒരു എന്താ പറയാ ബാച്ച്. ഇപ്പൊ പെയ്ഡ് ബാച്ചിലാണ് ഞാൻ ഈ എക്സാം തരിക. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതൊക്കെ അല്ലാതെ പഠിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ആപ്പുകളുണ്ട്, അവിടെയൊക്കെ ഫ്രീ എക്സാം ഒക്കെ ഉണ്ട്. നിങ്ങൾ പരമാവധി എവിടെ നിന്നൊക്കെ മോക്ക് ടെസ്റ്റുകൾ കിട്ടും അതൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് മാക്സിമം എല്ലാവരും എഴുതി നോക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 20 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ ഇപ്പൊ തന്നല്ലോ, ഈ 20 ദിവസം വേണമെങ്കിൽ ഓഗസ്റ്റ് 9 പരീക്ഷ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 40 ദിവസം കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 20 എന്നുള്ളത് ഡബിൾ ആക്കിയിട്ട് ഒരു ഡേ പഠിക്കേണ്ടത് 2 ദിവസം ആക്കിയിട്ടും 20 എന്നുള്ളത് 40 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാം. ഇതൊന്നും അല്ല ഏറ്റവും ബെറ്റർ. ഞാൻ ഈ പറഞ്ഞ മാതിരി 20 ദിവസം കൊണ്ട് നിങ്ങൾ തീർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു 10 ദിവസം കിട്ടും. അവസാനത്തെ ആ 10 ദിവസം ഒരുപാട് മാരത്തോൺ ക്ലാസ്സുകൾ നിങ്ങൾ കാണല്ലോ യൂട്യൂബിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവസാനത്തെ ആ ഒരു 10 ദിവസം മാക്സിമം റിവിഷൻ ചെയ്യുക, പഠിച്ചത് തന്നെ റിവിഷൻ ചെയ്യുക. അങ്ങനെ നമുക്ക് ASM നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഒരുപാട് നിയമനങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ആദ്യത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം ഒരു പക്ഷേ ഈ പ്രാവശ്യം നടക്കും. കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് OA വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല, ലാബസിനെ വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല, LDയും LGSന്റെയും കാര്യം തീരുമാനമായവരാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടാവും. അവർക്കുള്ള ഒരു അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണെന്ന് ചിന്തിച്ചിട്ട് കൂട്ടുകാരെ പഠിക്കുക. നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളല്ല നമ്മളിപ്പോൾ നിലവിൽ ക്ലാസ്സുകൾ നൽകുന്നുണ്ടല്ലോ. ആ ക്ലാസ്സുകൾ SCERT ക്ലാസ്സുകളൊക്കെ നൽകുന്നത് എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ASMന് പ്രത്യേക ക്ലാസ് തരുമോ സാർ എന്നൊരു കമന്റ് ഇതിനിടയിൽ വരണ്ട. എല്ലാത്തിനും ഒരേ ക്ലാസ് ആണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിലവിൽ നമ്മൾ പുതിയ യൂട്യൂബ് ചാനലിൽ ക്ലാസ് നൽകുന്നുണ്ട്. അത് ഈ പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് പരീക്ഷയാണെങ്കിലും GK കേരളത്തിലെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ക്ലാസ് ആണ് ഞാൻ എടുക്കാറ്. നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടും. അപ്പൊ അതിന്റെ ആ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. 6 മാസം ഈ വർഷം അവസാനം വരെ ഉണ്ടാകുന്ന ഒരു ബാച്ചാണ്. അപ്പൊ എല്ലാവർക്കും ഈ ടൈം ടേബിൾ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ കിട്ടും. അതൊന്ന് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. അല്ലാത്തവർ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞ 3 മെത്തേഡുള്ള 2 മെത്തേഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ടൈം ടേബിൾ അല്ല എന്നെ സംബന്ധിച്ച്. ഞാൻ പഠിക്കുകയാണെങ്കിൽ ടൈം ടേബിൾ നോക്കിയല്ല പഠിക്കുക. നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിച്ചിട്ട് ഇനിയുള്ള ഒരു 30 ദിവസം നന്നായിട്ട് പഠിക്കുക. അപ്പൊ ടൈം ടേബിൾ വേണമെന്ന് പറഞ്ഞ കുറച്ച് പേരിലുണ്ട്, അവർക്ക് വേണ്ടി മാത്രം ഇത് വീഡിയോ ചെയ്യാണ്. അപ്പൊ ഇത്ര ASMമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, എന്തായാലും നിങ്ങൾ ഇനിയുള്ള ഒരു മാസം അങ്ങ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കട്ടോ. മാക്സിമം ക്ലാസ് യൂട്യൂബിലൂടെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും കറണ്ട് അഫയേഴ്സിന് ഇവിടെ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തേക്കുക. നമ്മുടെ ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. എന്നാൽ മാത്രം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ശരി, എന്നാൽ അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.